നമുക്കിനി പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ചതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ മാത്സിൻ്റെ ഇൻ്റഗ്രേഷൻ പാർട്ടൊക്കെ വരുന്നൊരു ചാപ്റ്ററാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓക്കെ, നമ്മൾ സാറിനെ എ സി എന്ന് വിളിക്കുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അല്ലേ, അറിയാൻ പറ്റുമായിരിക്കും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി. ശരി, എ സിയും കറണ്ട് രണ്ട് തരത്തിലുള്ള കറണ്ടാണുള്ളത് നിങ്ങൾക്കറിയാം. ഒന്ന് എ സി ആണ്, അടുത്ത് വരുന്ന എന്താണ്? ഡി സി ആണ്, ഡയറക്റ്റ് കറണ്ടാണ്. എന്താണ് എ സിയും ഡി സിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമോ? എ സിയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചാലാണ്. സാർ, നമ്മൾ എ സി കറണ്ട് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്? ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്? എ സി കറണ്ട് നമ്മൾ ആക്സസ് വരച്ചു കഴിഞ്ഞാൽ, എക്സ് ആക്സും വൈ ആക്സും വരച്ചു കഴിഞ്ഞാൽ ഒരു എ സി കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കാറില്ലേ? ഒരു എ സി കറണ്ടാണ്. ഇവിടെ ഒന്നുകിൽ കറണ്ട് ആവാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആകാം. ഇവിടെ എന്ത് വരാം? ടൈം വരാം, ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നിങ്ങൾക്കറിയാം, ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമാണ് എന്ത്? അതിൻ്റെ ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. അപ്പോൾ ഈ ടൈം എന്തായിരിക്കും? അതിൻ്റെ പാതിയായ T/2 ആയിരിക്കും. ശരിയല്ലേ? നമുക്കിനി വേണമെങ്കിൽ നീട്ടി വരക്കാം. ഇങ്ങനെ ഒരുപാട് വേവ്സ് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവുക. ഇതൊക്കെ എ സി ആണ്. ഈ ടൈം എന്തായിരിക്കും? രണ്ടാമത്തെ വേവിൻ്റെ 2T ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ എന്ത് വന്നു? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. ഇത് 2T/2 ആണ്, സോറി, ഇത് T/2 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന പോയിന്റ് 2T/2 ആയിരിക്കും. ഇവിടുത്തെ വരും ഇവിടെ 3T/2 ആയിരിക്കും. ഇവിടുത്തെ വരും ഇവിടെ 4T/2 എന്ന് പറഞ്ഞാൽ 2T ആണല്ലേ. ഇങ്ങനെ വരുന്നുണ്ടാവും. 0 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എ സി നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ എ സിന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്? ഒന്ന്, ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. മാത്രമല്ല, ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് T/2 ടൈമിലുള്ളതാണ് പോസിറ്റീവ്, നെക്സ്റ്റ് T/2ലാണ് എന്ത് വരുന്നത്? നെഗറ്റീവ്. അടുത്ത T/2 എടുക്കുമ്പോൾ എന്ത് വരുന്നത്? പോസിറ്റീവ്. അടുത്ത T/2 എടുക്കുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിനുള്ള ഇതിൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ക്ലിയർ? രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇത് നിങ്ങൾ ടൈം മാറുന്നതനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ, കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിയല്ലേ? കറണ്ട് മാക്സിമത്തിൽ വന്നു. ഈ മാക്സിമത്തിൽ കറണ്ട് നമ്മൾ പീക്ക് വാല്യൂ അല്ലെങ്കിൽ I0 എന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ IM എന്നോ കാണിച്ചിട്ടുണ്ടോ? മാക്സിമം കറണ്ട്. ഞാൻ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് I0 എന്നാണ് പറയുന്നത്. ഏതാണുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ കറണ്ട് 0 സ്റ്റാർട്ട് ചെയ്തു, മാക്സിമത്തിൽ വന്നു. പിന്നെ എന്ത് വരുന്നു? ഒരു നെഗറ്റീവ് മാക്സിമത്തിൽ വരും, വീണ്ടും 0ലേക്ക് വരും. ക്ലിയർ? അപ്പം ഈ എ സിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് പൊളാരിറ്റി ഗെറ്റ്സ് റിപ്പീറ്റഡ് ഇൻ ഈച്ച് ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത്തരം കറണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എ സി. Clear? So AC means the current in which the magnitude changes with respect to time and its polarity gets repeated in equal interval of time. അല്ലേ? പൊളാരിറ്റി ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കറണ്ട് നമ്മളെന്ത് വിളിക്കുന്നത്? എ സി എന്ന് വിളിക്കുന്നത്. അപ്പം ഡെഫിനിഷൻ പ്രകാരമാണെങ്കിൽ ഇങ്ങനെയാണെന്ന് ആവണമെന്നില്ല. ഇതും നമുക്ക് എന്ത് വേണമെങ്കിലും എ സിയുടെ കണക്കപ്പെടുത്താം. ഇതൊരു എ സി കറണ്ടാണല്ലേ. സ്ക്വയർ വേവ് എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വീട്ടിലെ പഴയ ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ ഇൻവെർട്ടറിൽ ഫാനൊക്കെ ഇടുമ്പോൾ ഒരു സൗണ്ട് വരാറുണ്ട്. അതിന് കാരണം കൃത്യമായിട്ട് പ്യുവർ സൈൻ വേവ് ആയിരിക്കില്ല നമ്മളെ പഴയ ഇൻവെർട്ടറിൽ വരുന്നത്. അത് ഈ ടൈപ്പ് സ്ക്വയർ വേവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ വരുന്നത്. ഇതും സൈൻ്റെ ഗണത്തിൽ തന്നെ പെടുത്താം, സൈൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് സൈനല്ല, എ സി പെടുത്തുന്നതാണ്. ഇത് വേറൊരു എ സി ടൈപ്പാണ്. ക്ലിയർ? അതിന് നമ്മൾ ട്രയാങ്കുലർ വേവ് എന്ന് പറയും. അല്ലാതെ മിക്സഡ് ടൈപ്പും ആവാം. ഇങ്ങനെ ചെറിയ ചെറിയ എ സി പോലെ ചെറിയൊരു ടൈപ്പ്.
ഇതൊക്കെ എന്ത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എ സി ടൈപ്പ് കറണ്ട് തന്നെയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത് നമ്മളിപ്പം കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പം കാണിച്ചിരിക്കുന്ന ഈ ടൈപ്പ് സൈൻ വേവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കലി എങ്ങനെ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇതൊരു സൈൻ വേവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരിക? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി. നിങ്ങൾ വേവിൻ്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സൈൻ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇക്വേഷൻ അല്ലേ? ശരി, എന്താ ഇവിടെ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ? ഐ നോട്ട് മീൻസ് ദ പീക്ക് വാല്യൂ. ഒന്നുകിൽ ഐ നോട്ട് ആവാം, അല്ലെങ്കിൽ ഐ എം ആവാം. ഓക്കെ, പിന്നെ എന്താ ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. പഠിച്ച ഓർമ്മയില്ലേ? ഇന്ത്യയിൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് 50 ഹെർട്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഒരു എ സി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇനി ഇത് കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ഇ എം എഫ് ആണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഈസ് ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അവിടെയും വി നോട്ട് എന്ന് പറഞ്ഞാൽ ദ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി ഗ്രാഫിക്കലി ഇതിൻ്റെ വേറെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എ സി റെപ്രസെൻറ്റ് ചെയ്യാറ്? എ സി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ? ഇതാണ് എ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം എ സി ആണ്. എ സി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള പ്രധാനമായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്ന്, എ സിൻ്റെ പ്രൊഡക്ഷൻ എക്കണോമിക്കലി വളരെ ചീപ്പാണെന്നുള്ളതാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് എ സി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തേത്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ എളുപ്പമാണെന്നുള്ളതാണ്. അതായത് ഒരു പോയിന്റ് അടുത്ത പോയിന്റിലേക്ക് എ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എ സിയെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ പറ്റും അല്ലേ? എ സി നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് അപ്പ്, അതായത് എ സിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാം, എ സിയുടെ വോൾട്ടേജ് വാല്യൂ നമുക്ക് കുറക്കാം. ഇറ്റ് ക്യാൻ ബി ഈസിലി സ്റ്റെപ്ഡ് അപ്പ് ഓർ ഈസിലി സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എ സി നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഒന്ന്, പ്രൊഡക്ഷൻ ഓഫ് എ സി ഈസ് എക്കണോമിക്കലി വെരി ചീപ്പ്. സെക്കൻഡ് വൺ, it can be easily transmitted from one point to another point. Okay, it can be easily stepped up or easily stepped down. ഇത്രയും പ്രോപ്പർട്ടികൾ നമുക്ക് എ സിയുടെ കേസ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത പറഞ്ഞ കേസ് ഡി സി ആണെങ്കിൽ എങ്ങനെയാണ് ഡി സി റെപ്രസെൻറ്റ് ചെയ്യുക? ഡി സി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡി സിൻ്റെ പ്രത്യേകത എന്താണ്? ഡി സിയിലെ വോൾട്ടേജിന് മാറ്റവും അല്ലെങ്കിൽ കറണ്ടിന് മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എ സി പോലെ മാറില്ല. ഇതാണ് ഡി സി. ഓക്കെ, ഡി സി നമ്മളങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഡി സി യൂസ് ചെയ്യാറുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, എ സിയെക്കാട്ടും കുറച്ച് കൂടുതൽ ഡേഞ്ചറസ് ആണ് ഡി സി. നിങ്ങൾ അങ്ങോട്ട് പഠിക്കും. ഡി സി എന്ന് പറഞ്ഞാൽ ഏകദേശം ഡി സിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ എ സിയെക്കാട്ടും √2 ടൈംസ് സ്ട്രോങ് ആണ്. ഓക്കെ, അങ്ങനത്തെ പ്രശ്നം ഡി സിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളധികം പിന്നെ അത് മാത്രമല്ല, ഈ ഡി സി നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മൾ എ സി നമ്മൾ യൂസ് ചെയ്യുന്നത്. എ സിക്കും ചില ഡിഫക്റ്റുകളുണ്ട്. ഡിഫക്റ്റുകൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയാറ് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കാഥോഡും ആനോഡൊക്കെ വെച്ചിട്ട് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റില്ല? എ സി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എ സിൻ്റെ വേറെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എ സിയിൽ കറണ്ട് യൂണിഫോം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂഷൻ. അതായത് നിങ്ങളൊരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയറിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ ആയിരിക്കില്ല കറണ്ടിൻ്റെ ഡെൻസിറ്റി. അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡെൻസിറ്റി കൂടുതലും, പിന്നെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ കറണ്ട് ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല എ സിയുടെ കേസിൽ ഒരു വയർ കൂടെ എ സി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എ സിയുടെ പ്രധാനപ്പെട്ട ഡിഫക്റ്റുകൾ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പാട്ടെന്ന് പ്രധാനപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എ സിയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എ സിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് അറിയാമല്ലോ, പ്രൊഡക്ഷൻ ചീപ്പാന്നുള്ളതും ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതും ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ എ സിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, എ സി എന്താണ്? കൂടുതൽ ഡേഞ്ചറസ് ആണ് ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതങ്ങോട്ട് കാണാം നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തത്, എ സി ഇലക്ട്രോലൈറ്റിക് പ്രോസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തത്, എ സി ഗിവൺ വയറിലെ എ സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരിക്കില്ല. ഇതൊക്കെയാണ് എ സിയുടെ പ്രധാനപ്പെട്ട ഡിഫക്റ്റുകൾ. ഓക്കെ,
അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എന്നതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എ സിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു എ സിയെ നമ്മൾ പറയുമ്പോൾ എ സിയുടെ വാല്യൂ പറയുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വൺ ഡയമെൻഷൻ മോഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി നമ്മൾ രണ്ട് തരത്തിലാണ് പറയാറില്ലേ. ഒന്ന് ഒരു പെർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി നമ്മൾ വിളിച്ചത് തന്നെ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റിയാണ്. അത് അല്ലെങ്കിൽ പിന്നെ അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ ആവറേജ് പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എ സിൻ്റെ കേസിലും നമുക്കങ്ങനെ കൃത്യമായിട്ട് ഇതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കാറ്. ഒന്ന് ഇൻസ്റ്റൻറ്റാനിയസ് കറണ്ടാണ് നമ്മൾ സാധാരണ ഐ എന്ന ടേമോട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റൻറ്റാനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കറണ്ട് അറ്റ് എ ഗിവൺ ടൈം അല്ലേ. നമ്മൾ ഗ്രാഫ് എടുക്കുവാണെങ്കിൽ നോക്കിയോ, ഈ ഗ്രാഫ് എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ടൈമിൽ ഈ ഒരു ടൈം ഇത് 2 സെക്കൻഡ് എന്ന് വിചാരിച്ച് 2 സെക്കൻഡിലെ കറണ്ട് എന്ന് കാണണമെങ്കിൽ ഗ്രാഫ് വരപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഐ ആയിരിക്കും. ക്ലിയർ? അല്ലെങ്കിൽ പിന്നെ പറയാനുള്ള വേറെ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ആവറേജ് ആണ്. ആവറേജ് കറണ്ട്, ആവറേജ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്? ആവറേജ് കറണ്ട് ആവറേജ് കാണുന്നതാണ്. മാത്തമാറ്റിക്കലി ആവറേജ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട് മാത്സാണേ. ഈ ഫംഗ്ഷൻ്റെ ആവറേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? ആവറേജ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t, ഒരു കംപ്ലീറ്റ് ടൈം പീരീഡാണ് പറയുന്നത്. ഇൻ്റഗ്രൽ 0 to t ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to t ഡി ടി. മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് നമ്മൾ കാണാറ്. ഇപ്പോൾ കറണ്ടിൻ്റെ ഫംഗ്ഷൻ ആവറേജ് നിങ്ങൾ കാണണമെങ്കിൽ എഫ് ഓഫ് ടിക്ക് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഐ യൂസ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് ടിക്ക് ഒരു ഐ എന്ന് കൊടുത്താൽ മതി ഇതിന് പകരം. അപ്പം ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു I0 sin ഒമേഗ ടി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻ്റഗ്രേറ്റ് നമുക്ക് എന്ത് കിട്ടും? കറണ്ടിൻ്റെ ആവറേജ് കിട്ടും. നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങളങ്ങോട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതൊക്കെ ആവശ്യമായിട്ട് വരികയും ചെയ്യും. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്കതിപ്പോൾ അത്യാവശ്യമില്ലാത്ത സാധനം അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണാറ്? ആവറേജ് കാണാറ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ നിങ്ങൾ കറണ്ടിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ നിങ്ങൾ കറണ്ടിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ എന്താ വരുമോ ശരിക്കും? നമ്മൾ ഈ മാത്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ശ്രദ്ധിച്ചോളേ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാന്ന് പറഞ്ഞല്ലോ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ ഇതല്ലേ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഇത്രയും പാട്ടല്ലേ കംപ്ലീറ്റ് സൈക്കിളിൽ വരുന്നത്. ഈ കംപ്ലീറ്റ് സൈക്കിളിൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, ടൈം ഇൻ്റർവൽ ഈക്വലാണ്, മീൻ പീക്ക് വാല്യൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ അങ്ങ് ക്യാൻസലായി പോകും. അപ്പോൾ ആവറേജ് എന്തായിരിക്കും? 0 ആയിട്ട് മാറും. അങ്ങനെ തന്നെയാണ് ആവറേജ് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെയായിരിക്കും 0 തന്നെയായിരിക്കും ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. അത് കംപ്ലീറ്റ് സൈക്കിൾ അത് ഒരു ഹാഫ് പീരീഡ് ആണെങ്കിൽ എത്ര വരും? ഇതിൻ്റെ ആവറേജാണ് വരും. അത് 0 ആവില്ല, കാരണം അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ലേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ കറണ്ടിൻ്റെ പറയുക. ഇതല്ലാതെ നമ്മൾ കറണ്ട് പറയുമ്പോൾ നമ്മൾ വേറെ ടേം കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് RMS വാല്യൂ ഓഫ് കറണ്ടാണ്. മൂന്നാമത്തെ മെത്തേഡ് RMS വാല്യൂ. അപ്പോൾ എന്തൊക്കെയായി? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടായി, നെക്സ്റ്റ് ആവറേജ് വാല്യൂ ആയി, മൂന്നാമത്തത് RMS വാല്യൂ. നമുക്ക് ആവശ്യം ഈ ആവറേജ് RMS വാല്യൂ വെച്ചിട്ടുള്ള കളികളാണ്. അത് നമുക്ക് ഇനി അങ്ങോട്ട് നമുക്കത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ RMS പറയണമെങ്കിൽ അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ RMS കൂടെ പറയാം. ക്ലിയർ? അപ്പോൾ അടുത്ത ഭാഗം നമുക്കിവിടെ പറയാനുള്ളത് നെക്സ്റ്റ് ഇതാണ് AC വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ കൂടെ AC കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. 3 കമ്പണൻസ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഒന്ന് റെസിസ്റ്ററാണ്, അടുത്തത് ഇൻഡക്ടറാണ്, 3 കപ്പാസിറ്ററാണ്. ഈ 3 കേസിലും 3 കമ്പണൻസ് കൂടെ AC കടന്നു പോകുമ്പോഴുള്ള പ്രോപ്പർട്ടിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ 3 കമ്പണൻറ്റും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം, പിന്നെ 3 ഒരുമിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയുടെ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് AC ടു റെസിസ്റ്റർ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്ന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഞാൻ ഒരു AC ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് R എന്നെടുക്കാം. ഈ കൊടുത്തിരിക്കുന്ന AC വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. വി ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എടുക്കാം.
അങ്ങനെയാണ് നമുക്കിങ്ങനെ എഴുതാമല്ലോ. ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും അത് എ സി ആയതുകൊണ്ട് V0 സൈൻ ഒമേഗ ടി എന്ന് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് I ഈസ് ഈക്വൽ ടു നമ്മുടെ കയ്യിൽ ഇക്വേഷൻ കറണ്ട് I ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R ആണ്. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ഇറ്റ്സ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ R എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് കറണ്ട് I ഈസ് ഈക്വൽ ടു ഇങ്ങനെ മാറ്റി എഴുതാം. സോറി, I ഈസ് ഈക്വൽ ടു ഇത് കിട്ടും V0 ഡിവൈഡ് ബൈ R പിന്നെന്താണുള്ളത്? സൈൻ ഒമേഗ ടി. ദാറ്റ് മീൻസ് കറണ്ട് I ഈസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? I0 എന്ന് ചെയ്യുന്നു. സോ I0 സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഒരു എ സി റെസിസ്റ്റൻസ് കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുമെന്ന വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അവിടെ V0 എന്ന് പറഞ്ഞാൽ പീക്ക് വോൾട്ടേജ്. ടെക്സ്റ്റ് ബുക്കിൽ VM എന്നാണ് ഉണ്ടാവുക, അങ്ങനെ പഠിച്ചോളൂ. പിന്നെ കറണ്ട് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. I0 എന്ന് പറഞ്ഞാൽ അവിടെ V0 ഡിവൈഡ് ബൈ R ആണ്. ഈ V0 ഡിവൈഡ് ബൈ R നമ്മൾ എന്ത് ചെയ്യുന്നത്? I0 ഡിവൈഡ് ബൈ സൈൻ ഒമേഗ ടി, സോറി ഇൻറ്റു സൈൻ ഒമേഗ ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി ശ്രദ്ധിച്ചോ, സാധാരണ നമ്മൾ രണ്ട് ഇക്വേഷൻസ് വരുമ്പോൾ, നിങ്ങൾ വേവ്സിൻ്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ വരുമ്പോൾ y1 ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം. y1 ഈസ് ഈക്വൽ ടു എന്താ A1 സൈൻ ഒമേഗ ടി ഫസ്റ്റ് വേവ്. രണ്ടാമത്തെ വേവിൻ്റെ ഇക്വേഷൻ y2 ഈസ് ഈക്വൽ ടു A2 അല്ലെങ്കിൽ ഏത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് A1 ആയിട്ടൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല, പീക്ക് വാല്യൂ ആയതുകൊണ്ട്. ശരി, കാര്യം ചെയ്യാം. A2 ഒന്നും വേണ്ട. ഫസ്റ്റ് y1 ഈസ് ഈക്വൽ A സൈൻ ഒമേഗ ടി. സെക്കൻഡ് വൺ y2 ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5. നിങ്ങൾ ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഫൈനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫേസ് ഡിഫറൻസ് എന്ന് വിളിച്ചത്. ഓർമ്മയില്ലേ? ഫേസ് ഡിഫറൻസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ കേസിൽ വോൾട്ടേജും കറണ്ടും വരുമ്പോൾ ഇവിടെ വരുന്ന ഫേസ് ഡിഫറൻസ് 5 ഇവിടെ എത്രയാണ്? രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 5-0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ 5-0 ആണെങ്കിൽ നമ്മൾ ഇതിനെ പറയാറ് ഈ രണ്ട് വേവ്സും ഇൻ ഫേസ് എന്നാണ് പറയാറ്. ഇൻ ഫേസ് നമുക്ക് വേവ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒപ്റ്റിക്സിൽ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക? ജസ്റ്റ് ഈ ടേം ഓർത്ത് വെക്കുക. അങ്ങനെ ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ ഫേസ്. ഓക്കെ, അപ്പം എ സി റെസിസ്റ്റൻസ് കൂടി കടന്നു പോകുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടി അതിൻ്റെ രണ്ട് കറണ്ടും വോൾട്ടേജും എന്തിലാണ്? ഇൻ ഫേസിലാണ്. ഇൻ ഫേസ് എന്ന് പറയാൻ കാരണം ഫേസ് ഡിഫറൻസ് 0 ആയതുകൊണ്ടാണ്. എന്താ ഇൻ ഫേസിൻ്റെ ഫിസിക്കൽ മീനിങ്? ഇൻ ഫേസിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പോയിൻ്റ് എടുക്കുന്നു. രണ്ട് പേര് ഇവിടെ എ എന്നൊരു കക്ഷിയുണ്ട്, ഇവിടെ ബി എന്നൊരു കക്ഷിയുണ്ട്. ഓക്കെ, എ എന്നൊരു കക്ഷി മുകളിലെത്തി, പീക്ക് വാല്യൂലെത്തി. അതേസമയം ബി എന്ന കക്ഷി എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തുന്നു. ഈ പോയിൻ്റ് രണ്ടുപേരും മാക്സിമം ആയിട്ട് ആവണമെന്നില്ല, ഡിഫറെൻ്റ് പോയിൻറ്റ്സ് എത്തുന്നു. പക്ഷേങ്കിൽ എ ഇതിൻ്റെ പീക്ക് വാല്യൂ എത്തുമ്പോൾ തന്നെ ബിയും എന്തായിട്ടുണ്ടാവും? പീക്ക് വാല്യൂ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി എ തിരിച്ച് മുകളിൽ താഴേക്ക് വരുമ്പം ആരും മുകളിൽ താഴേക്ക് വരും, ബിയും താഴേക്ക് വരും. എ ഈ ഇക്വിലിബ്രിയം പോയിന്റ് എത്തുമ്പോൾ ബിയും എന്ത് ചെയ്തും? ഇക്വിലിബ്രിയം പോയിന്റ് എത്തിയിട്ടുണ്ടാവും. എ താഴേക്ക് പോകും, ബി എന്ത് ചെയ്യുന്നുണ്ടാവും? താഴേക്ക് പോകുന്നുണ്ടാവും. എ ഇവിടെ പീക്ക് പോയിന്റ് എത്തുമ്പോൾ ബി അതിൻ്റെ പീക്ക് പോയിന്റ് എത്തിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന രണ്ട് പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പേർക്കും എല്ലാ സമയത്തും ഒരേ ഡയറക്ഷൻ ഓഫ് മോഷൻ ആയിരിക്കും. ക്ലിയർ? എ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബി മുകളിലേക്ക് മൂവ് ചെയ്യും. എ താഴേക്ക് വരുമ്പോൾ ബിയും താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കാറ്? എയും ബിയും ഇൻ ഫേസ് എന്ന് പറയും. ഇൻ ഫേസ് അതാണ് എൻ്റെ ഫിസിക്കൽ മീനിങ്. ഓക്കെ, എ പീക്കിലെത്തുമ്പോൾ ബിയും പീക്കിലെത്തിയിട്ടുണ്ടാവും. എ ഇക്വിലിബ്രിയത്തും ബിയും ഇക്വിലിബ്രിയം. എ നെഗറ്റീവ് പീക്കിലെത്തുമ്പോൾ ബി നെഗറ്റീവ് പീക്ക്. ദാറ്റ് മീൻസ് എ ആൻഡ് ബി will be always having the same direction of motion. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇൻ ഫേസിൻ്റെ ഫിസിക്കൽ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമുക്ക് എന്ത് പറയാം? കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മീനിങ്? കറണ്ട് അതിൻ്റെ പീക്ക് വാല്യൂ എത്തുമ്പോൾ വോൾട്ടേജ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, പീക്ക് വാല്യൂ എത്തിയിട്ടുണ്ടാവും. കറണ്ട് 0 ആകുമ്പോൾ വോൾട്ടേജ് എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. ശരിയല്ലേ? പിന്നെ കറണ്ട് നെഗറ്റീവ് എത്തുമ്പോൾ വോൾട്ടേജ് എന്തായിട്ടുണ്ടാവും? നെഗറ്റീവ് എത്തിയിട്ടുണ്ടാവും. ക്ലിയർ? അങ്ങനെയാണ് ഗ്രാഫിക്കൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഗ്രാഫിക്കൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ വരക്കാമല്ലോ അതിനെ. എന്താ
ഗ്രാഫിക്കലി നമുക്ക് വേണമെങ്കിൽ സൈൻ വേവ് അല്ലേ രണ്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതാരാ വേണ്ടത്, വോൾട്ടേജ് അല്ലേ. സൈൻ വേവ് ആയതുകൊണ്ട് വരയ്ക്കാം വോൾട്ടേജ്. ഇതിന് വേണ്ട ടൈമാണെന്ത്, ടൈം പീരീഡ് ടി. അപ്പോൾ ഈ ടൈം എത്രയായിരിക്കും, ഇത് T/2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാതി എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, ഇതിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അത് T/4 ആയിരിക്കും, 0 ആയിരിക്കും. ഇവിടെ എത്ര കിട്ടുക, T/4, T/2, നെക്സ്റ്റ് എത്രയായിരിക്കും, 3T/2. ഓക്കെ, അപ്പോൾ ഇതിനെയാണ്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണെന്ന് വോൾട്ടേജാണെന്ന് വിചാരിച്ചു. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇതേ ഗ്രാഫിൻ്റെ മുകളിൽ കറണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, കറണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് വേറെ കളർ ഉപയോഗിക്കാം, റെഡ്. ഓക്കെ, കറണ്ട് എന്താ വ്യത്യാസം വരിക, കറണ്ട് ഇക്വേഷൻ എന്താണ്, I = I0 sin ω t ആണ് എന്ന് പറഞ്ഞത് തന്നെയാണ്, സൈൻ വേവ് തന്നെയാണ്. ഓക്കെ, മാത്രമല്ല ഇൻ ഫേസ് ആണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് പീക്കിലെത്തുമ്പോൾ ആരും പീക്കിലെത്തിയിട്ടുണ്ടാവും, കറണ്ട് പീക്കിലെത്തിയിട്ടുണ്ടാവും. വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ടും 0 ഉണ്ടാവും. വോൾട്ടേജ് നെഗറ്റീവ് പീക്കിലെത്തുമ്പോൾ കറണ്ട് നെഗറ്റീവ് പീക്കിൽ, വോൾട്ടേജ് 0 ആകുമ്പോൾ 0. ഇതാര് റെപ്രസെൻ്റ് ചെയ്യുന്നത്, കറണ്ട് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഈ ഇൻ ഫേസിൻ്റെ മീനിങ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫിനെ നമുക്ക് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താവാം, ഓർ കറണ്ട് ആവാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് തന്നെയാണ് ടൈമിനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഗ്രാഫിക്കലി ഈ വോൾട്ടേജ് കറണ്ടിനെയും വോൾട്ടേജിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ വെൻ ഇറ്റ് പാസസ് ത്രൂ എ ഗിവൺ റെസിസ്റ്റർ. ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൽ ഓർത്ത് വെക്കേണ്ട വേറെ കാര്യം കൂടെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞൊരു കാര്യം, ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിങ്ങളിപ്പം പറഞ്ഞല്ലോ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂവും അതുപോലെ വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. ശരിയല്ലേ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും എന്നാണ്. പവറിൻ്റെ ആവറേജ് വാല്യൂ 0 ആയിരിക്കുമോ, പറ്റുമോ? പവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പവർ ഈസ് ഈക്വൽ ടു എന്താണ്, I² R ആണല്ലേ, I² R ആണ്. അപ്പോൾ I² R അല്ലേ വരിക. ഇവിടെ I² വന്നു എന്ന് പറഞ്ഞാൽ ഐക്ക് നിങ്ങൾക്കറിയാം പോസിറ്റീവ് ഹൗസ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹൗസ് സൈക്കിൾ ഉണ്ട്. ആ നെഗറ്റീവ് ഹൗസ് സൈക്കിൾ കൂടെ സ്ക്വയറിയും എന്തായിട്ട് മാറി, പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ ഇതൊരിക്കലും എന്താകാൻ പറ്റില്ല, 0 ആകാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് ടേം അവിടെ വരുന്നില്ല. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആവറേജ് പവർ എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ആവറേജ് പവർ കാണുക എന്നുള്ളതാണ്. ആവറേജ് പവർ കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് പോകണം. ഓക്കെ, നിങ്ങൾ പഠിച്ച ഇക്വേഷനാണ് പവർ P = I² R ആണ്. ഓക്കെ, അത് ഐന് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഐക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, I0 sin ω t² R എന്ന് കൊടുക്കാം. ശരിയല്ലേ. അത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് = I0², പിന്നെന്താ വരുന്നത്, sin² ω t R എന്ന് വന്നു. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആവറേജ് പവർ വരെ ഇവിടെ, = ആവറേജ് ഓഫ് I0², പിന്നെന്താണുള്ളത്, sin² ω t R എന്ന് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷനാണ് അല്ലേ. ഇൻ്റഗ്രേഷന് എടുക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അല്ലെ, യൂണിഫോം വാല്യൂസ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ I0² ആറും എന്താണ്, യൂണിഫോം വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ I0² R, പിന്നെ ആര് മാത്രമേ ഉള്ളൂ, sin² ω t ആണ്. ഓക്കെ, ഇവിടെയും ഒരു നമ്മളെ മാത്സ് വരുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ sin² ω t ആവറേജ് കാണുമെന്നുള്ളതാണ്. sin² ω t ആവറേജ് കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, f(t) ആവറേജ് നമ്മൾ ഞാൻ കണ്ടത് = 0 to t, പിന്നെ f(t), ഇവിടെ f(t) പോലെ ആര് വരും, sin² ω t dt / 0 to t dt എന്ന് വരും. ഇതാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്. ഇത് നിങ്ങൾ sin² ω t നമുക്ക് വേണമെങ്കിൽ ഈ മാറ്റി ചെയ്യാം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 sin² ω t = 1 - cos 2 ω t എന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടുക 1/2 എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നീണ്ട ഇൻ്റഗ്രേഷനാണ്.
ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ ഒഴിവാക്കുവാണ്, നമുക്ക് എക്സാംസ് ആണെന്ന് ചോദിക്കാറില്ല. എന്തായാലും ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് പവർ എന്തായിട്ട് മാറി? ആവറേജ് പവർ ഈസ് ഈക്വൽ ടു I0 സ്ക്വയർ ആർ ഇൻറ്റു 1/2 അല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു എന്ത് വന്നു? I0 ഡിവൈഡ് ബൈ 2 സ്ക്വയർ ആർ എന്ന് വന്നു. എനിക്ക് ഒന്നുകൂടി ഇങ്ങനെ മാറ്റാം. ഇറ്റ്സ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2 ഓൾ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് എഴുതാം. ശരിയല്ലേ? ആവറേജ് പി ക്ലിയർ. സാറ് നമ്മൾ ഡി സിയിൽ നമ്മൾ പവർ പറയുന്ന പി ഈസ് ഈക്വൽ ടു I² ആർ എന്നല്ലേ പഠിച്ചത്? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റി ഇങ്ങനെ എഴുതുവാണ്. ആവറേജ് പി ഈസ് ഈക്വൽ ടു ഞാൻ I0 ഡിവൈഡ് ബൈ √2 എന്ന് എഴുതുന്നത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ദാറ്റ്സ് ഈക്വൽ ടു IRMS സ്ക്വയർ ഡിവൈഡ് ബൈ ഇൻറ്റു ആർ, വേർ IRMS ഈസ് ഈക്വൽ ടു എന്താ IRMS വരുന്നത്? ഈസ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2 ആണ്. ഓക്കെ, രണ്ടും ഇപ്പോൾ ഒരേ ഫോമാറ്റിലേക്ക് മാറിയല്ലോ. ഡി സിൻ്റെ കേസ് അല്ലെങ്കിൽ സാധാരണ കേസിൽ നമുക്ക് വരുന്നതാണ് എന്ത്? പി ഈസ് ഈക്വൽ ടു I² ആർ. എ സിൻ്റെ കേസ് വരുമ്പോൾ എന്ത് വന്നു? ആവറേജ് പി ഈസ് ഈക്വൽ ടു IRMS സ്ക്വയർ ആർ എന്ന് വന്നു. ക്ലിയർ. അപ്പോൾ ഡി സി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഐ വരും. എ സി ആണ് എന്ത് വരും? IRMS വരും. ഓക്കെ, അപ്പം ഈ IRMS നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് എന്ന് വിളിക്കുന്നു. RMS കറണ്ട്, റൂട്ട് മീൻ സ്ക്വയർ കറണ്ട്. ഓക്കെ, ഇപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഡി സിയുടെ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എ സിയിൽ വരുന്ന കക്ഷിയാണ് ഇത് റൂട്ട് മീൻ സ്ക്വയർ കറണ്ട്. ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഇത് എഴുതിയാൽ മതി. IRMS ഈസ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2 എന്ന് എഴുതിയാൽ മതി, വേർ I0 ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണ്ടക്ടർ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, ആ റെസിസ്റ്റൻസ് കൂടെ നമ്മളൊരു ഗിവൺ ടൈമിൽ കറണ്ട് കടത്തി വിടുന്നു. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമല്ലോ ഗിവൺ ടൈമിനുള്ളിൽ. അതേ ടൈമിനുള്ളിൽ അത്രയും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതേ റെസിസ്റ്റൻസ് കൂടെ എത്ര എ സി കറണ്ട് പോകണം? അതാണ് എന്ത്? RMS കറണ്ട്. അതാണ് എൻ്റെ ഫിസിക്കൽ മീനിങ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് RMS കറണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ഈ ഇക്വേഷൻ പറഞ്ഞാൽ മതി. IRMS ഈസ് ഈക്വൽ ടു √2 I0 ഡിവൈഡ് ബൈ √2. ഇവിടുന്നാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ IRMS എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാണ്? ഡി സിക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ I0 ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു √2 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എ സി എപ്പോഴും ആരെക്കാൾ ഡേഞ്ചറസ് ആണ്, ഡി സിയേക്കാൾ ഡേഞ്ചറസ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. അതിൻ്റെ പീക്ക് വാല്യൂ √2 ടൈംസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പീക്ക് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് VRMS ഈസ് ഈക്വൽ എന്ത് കിട്ടും? V0 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു നോക്കുക, നമുക്ക് അങ്ങോട്ട് ആവശ്യമുണ്ട് പ്രോബ്ലമൊക്കെ ചെയ്യും വേണം. പുറത്ത് കൊണ്ടൊരു കാര്യം കൂടെ, നിങ്ങൾ ഏതെങ്കിലും ബൾബിൻ്റെ കേസിലൊക്കെയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കേസിലൊക്കെയോ ജനറലി കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആയിരിക്കും? അത് RMS വാല്യൂ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് നോക്കിക്കോ. ഇതിങ്ങനെ തന്നു വിചാരിച്ചു, ഗിവൺ ബൾബ് ഇറ്റ്സ് റേറ്റഡ് ആസ് P ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ പറയുന്നതല്ലേ 100 വാട്ട്സ്. ശരിയല്ലേ? പിന്നെ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. നിങ്ങൾ സാധാരണ ബൾബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെയാണ് ഉണ്ടാവുക 100 വാട്ട്സ് 220 വോൾട്ട്സ്. ക്ലിയർ? ഓക്കെ, സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഇങ്ങനെയൊക്കെയാണ്. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാണും. ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് കാണണം. രണ്ടാമത്തേത് പീക്ക് വോൾട്ടേജ് ഓഫ് ദി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V0 എന്താണെന്ന് കാണണം. ക്ലിയർ? പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് RMS കറണ്ട് ത്രൂ ദ ബൾബ് എന്ന് പറഞ്ഞാൽ എന്ത് കാണും? നമ്മൾ IRMS കാണണം. ഇതൊക്കെ എങ്ങനെ കാണോ? ഇത് കാണണമെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ IRMS എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യം, IRMS എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് ഡി സിയുടെ കറണ്ട് തന്നെയാണ്, IDC തന്നെയാണ് അല്ലേ? അത് ഓർത്ത് വെക്കുക. ശരിയല്ലേ? ഇനി എന്താ പി എന്ന് പറഞ്ഞാൽ വിനോ P ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? P ഈക്വൽ ടു I² R എന്നറിയാം, അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു VI എന്നറിയാം. ഇവിടെ നമുക്ക് ഐനെ കാണാൻ പറ്റുമല്ലോ. I ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു P ഡിവൈഡ് ബൈ V എന്ന് കിട്ടും. ഇവിടെ P എത്രയാണ്? P
പി 100 ആണ്, ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ 220 ആണ്. ഇപ്പം കിട്ടുന്നത് എന്തായിരിക്കും നമ്മളെ ഐ ആയിരിക്കും. ഈ ഐ തന്നെയാണ് എന്ത് ഐ ആർ എം എസ്. ക്ലിയർ? ഇനി റെസിസ്റ്റൻസ് ആകാണ്ടെങ്കിലോ, റെസിസ്റ്റൻസ് ആകാണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഈസ് ഈക്വൽ ടു ഒന്നുകിൽ ഐ സ്ക്വയർ ആറിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ വേണ്ടേ, നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് ഏതെങ്കിലും. നമ്മൾ ജനറൽ ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ്. വിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഐനെ അറിയില്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആറിന് എഴുതി കഴിഞ്ഞാൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആറിന് എഴുതാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. ഇനി വി നോട്ടാ കാണണമെങ്കിൽ, വി നോട്ട് എന്ന് പറഞ്ഞാൽ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കാൽക്കുലേഷൻ എടുക്കുക. ഇത് വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ √2 എന്ന് എടുക്കാം. ഫോർ വി നോട്ട് ഈസ് ഈക്വൽ എന്ത് കിട്ടും, വി നോട്ട് ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു √2 എന്ന് കിട്ടും. എന്താ ഇവിടെ വി ആർ എം എസ്? വി ആർ എം എസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്, നമ്മളെ വി തന്നെയാണ്, 220 തന്നെയാണ്. സോ 220 ഇൻറ്റു √2. കാരണം ഈ റേറ്റിങ്ങിൽ തരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും അത് ആർ എം എസ് വാല്യൂ ആയിരിക്കും, ഓർത്ത് വെക്കും. അത് പറയാൻ വേണ്ടി ഞാൻ ഈ പ്രോബ്ലം ചെയ്തത്. ഓക്കെ, സാറിന് വോൾട്ടേജ് കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, ആർ എം എസ് വാല്യൂ ആയിരിക്കും. പീക്ക് വോൾട്ടേജ് ആണെങ്കിൽ സെപ്പറേറ്റ് പീക്ക് വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ശരി. ഇനി ഒരു പോയിന്റ് കൂടി നിന്ന് പറയാനുണ്ട്. അത് നമ്മുടെ ഫേസർ ഡയഗ്രമാണ്. ഫേസർ ഡയഗ്രം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം വോൾട്ടേജ് കണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഫേസറിൽ നമ്മൾ കറണ്ടിനെയും വോൾട്ടേജിനെയും ഒക്കെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക, വിത്ത് ദ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ കറണ്ടിനെയും വോൾട്ടേജിനെയും വെക്ടേഴ്സായിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഫേസ് ആംഗിൾ കൂടെ ചേർത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തെ നമ്മളത് വിളിക്കാറ് ഫേസർ ഡയഗ്രം അല്ലെങ്കിൽ ഫേസേഴ്സ് എന്ന് വിളിക്കാറ്. ഓക്കെ, സോ ഫേസേഴ്സ് മീൻസ് ദ ഡയഗ്രം ഇൻ വിച്ച് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ represented as vectors with the phase angle between them. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ മതി. നമ്മളെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? ഒന്ന് വി ഈസ് ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി ആണ് ഇല്ലേ കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ വോൾട്ടേജ് എടുക്കുവാണെങ്കിൽ ആ വോൾട്ടേജ് ഞാൻ ഇവിടെ വരക്കുവാണ്. വോൾട്ടേജ് നമുക്ക് ബ്ലൂ കളറിൽ കാണിക്കാം അല്ലേ, ഇത് വോൾട്ടേജ്. അതിൻ്റെ പീക്ക് വാല്യൂ എത്രയാണ് വരുന്നത്? പീക്ക് വാല്യൂ അല്ലേ, വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ അതെന്തായിരിക്കും? വി നോട്ട് ആയിരിക്കും. ഇത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് അതിനായിട്ട്. ശരി, ഇവിടെ നമ്മൾ ഫേസ് ഡിഫറൻസ് 5 ഇവിടെ എത്രയാണ്? 0 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ കറണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കറണ്ട് ഇതിൻ്റെ അതേ മുകളിൽ ലൈനിൽ കൂടി തന്നെയാണ് പോവുക, കറണ്ടും പോവുക. ഇതേ മുകളിൽ കൂടി തന്നെ കറണ്ടും പോവും. പക്ഷേ എന്തുണ്ടാവില്ല, അത്ര ഹൈറ്റ് വരില്ല. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ഐ നോട്ട് എന്താ പീക്ക് വാല്യൂ കുറയാൻ കാരണം? പീക്ക് വാല്യൂ കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കറണ്ടിനെയാണ് അല്ലേ. പീക്ക് വാല്യൂ കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയല്ലേ പഠിച്ചത്? ഐ നോട്ട് ഈസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ ആർ ആണ്. ആർ ഇത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഐ നോട്ടിൻ്റെ വാല്യൂ എപ്പോൾ വി നോട്ടിനെക്കാളും കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഫേസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടുന്ന് പഠിച്ചു വെക്കുക? കറണ്ട് പാസിംഗ് ത്രൂ എസ് സി കറണ്ട് പാസിംഗ് ത്രൂ റെസിസ്റ്റർ എന്ന ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവം, നമുക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം കൂടെ, ഈ സർക്യൂട്ട് ഡയഗ്രം ഉണ്ടല്ലോ, നമ്മളിവിടെ വരച്ച ഡയഗ്രം ഉണ്ടല്ലോ, ഈ ഡയഗ്രത്തിൻ്റെ കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതില്ലേ വി. ഓക്കെ, എന്താ കിർച്ചോഫ് ലൂപ്പ് റൂൾ വരിക? അപ്ലൈഡ് പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണല്ലേ. പഠിച്ചതല്ലേ നിങ്ങൾ? വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി നോട്ട് സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഐ ആർ ഓർ സൈൻ ഒമേഗ ടി മൈനസ് ഐ ആർ ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും ഇതിൻ്റെ കിർച്ചോഫ് ലൂപ്പ് റൂൾ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇതിൻ്റെ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.